വളരെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിധത്തിലുള്ള ഒരു പരിപാടി കഴിഞ്ഞിരിക്കുകയാണ്. വിലയിരുത്താനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നിരുന്നാലും ഹാർമണിയെ സംബന്ധിച്ചോളം വളരെ ഒരു അഭിമാന മുഹൂർത്തമാണിത്. നമ്മൾ ഹാർമണിയുടെ 3ാമത് പെർഫോമൻസാണ് ഈ സ്പെഷ്യൽ ചലഞ്ച് എന്ന് പറഞ്ഞ് നടത്തുന്നത്. 3ാമത്തെയാണ്. വളരെ വിജയകരമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒന്ന് നമ്മുടെ ഡിക്സൻ്റെ ആയിരുന്നു 1ാമത്തെ, 2ാമത്തെ നമ്മുടെ ബിനീഷിൻ്റെ ആയിരുന്നു, 3ാമത്തെയാണ് യശിൻ്റെ. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം എൻ്റെ വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് വളരെ സന്തോഷമുള്ള ഒരു നിമിഷമാണ്. പ്രത്യേകം ഹാർമണിയുടെ പേരിൽ പ്രത്യേകം അശ്വിനെ അഭിനന്ദിക്കുന്നു. അശ്വിൻ്റെ കാര്യങ്ങളെ പറ്റി പറയാനായിട്ട് ഈ പെർഫോമൻസിനെ പറ്റി ഞാൻ പറയുന്നില്ല, അതെല്ലാവരും കണ്ടതാണല്ലോ. ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് ഈ പഠിക്കാനായിട്ടായാലും എന്തിനായാലും ഏറ്റവും കൂടുതൽ വേണ്ടത് നമ്മൾ പറയും ആഗ്രഹം വേണമെന്ന് പറയും. അതാണ് പലർക്കും ഇല്ലാത്തത്. പക്ഷേ അശ്വിനത് വളരെ ആഗ്രഹമുള്ള കുട്ടിയാണ് പഠിക്കാൻ. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ക്ലാസ് മുടങ്ങില്ല, അല്ലെങ്കിൽ ഒരു വിഷയം കഴിഞ്ഞാൽ അടുത്ത് പഠിക്കണം. ഹാർമണിയിൽ തന്നെ ഒരു ദിവസം വന്നു കഴിഞ്ഞാൽ കാലത്ത് ഒരു മണിക്കൂർ ഒരു ഇൻസ്ട്രുമെൻറ്റ്, അടുത്ത മണിക്കൂർ അടുത്ത ഇൻസ്ട്രുമെൻറ്റ്, അടുത്ത മണിക്കൂർ അടുത്ത ഇൻസ്ട്രുമെൻറ്റ്, ഇങ്ങനെ ഇരിക്കാനൊന്നും എത്ര സമയം ഇരിക്കാനും അവന് ബുദ്ധിമുട്ടില്ല. മറിച്ച് ഇവിടെ തന്നെ പല കുട്ടികളുണ്ട്, അവരുടെ പാരൻസ് ശ്രദ്ധിക്കേണ്ടത് അതാണ്. ഈ ക്ഷമയും ഈ ആഗ്രഹവും പഠിച്ചെടുക്കണം എന്നുള്ള ആഗ്രഹമൊക്കെയാണ് അശ്വിനെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. 5 വയസ്സ് തൊട്ട് പഠിച്ചു തുടങ്ങി എന്ന് പറഞ്ഞു. അതിന് മുമ്പേ അശ്വിനെ ഞാൻ കണ്ടിട്ടുണ്ട്, നമ്മുടെ അവിടെ വരും. ഹരിപ്രകാശ് മാഷ് 4.5 വയസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ട് അശ്വിൻ്റെ പാട്ട്. അപ്പോൾ അത് 4.5 വയസ്സ് തൊട്ട് പാട്ടും പഠിച്ച് അങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അശ്വിൻ്റെ ഇതാണ് ആഗ്രഹം ഭയങ്കരമാണ്. മറ്റു കുട്ടികൾക്ക് ആഗ്രഹം, പിന്നെ ക്ഷമ വേണം. നമുക്കറിയാലോ, ക്ഷമയില്ലാണ്ട് ഇതൊന്നും പഠിക്കാൻ പറ്റില്ല. അത് ഈ പ്രായത്തിലൊക്കെ ക്ഷമ കിട്ടാൻ നല്ല ബുദ്ധിമുട്ട് വേണമല്ലോ. അത് പല പാരൻസ് എന്നോട് പറയാം, കുട്ടികൾക്ക് അവിടെ ഇരിക്കാൻ ക്ഷമയില്ല, ഇരിക്കുന്നില്ല, ആഗ്രഹമില്ല. അപ്പോൾ അവന് ഇൻട്രസ്റ്റ് ഇല്ല. പിന്നെ അപ്പം ഞങ്ങൾ വേണ്ടെന്ന് വെച്ചു. ഇങ്ങനെ പറയുന്ന പാരൻസിന് 98% മണ്ടന്മാരായ പാരൻസിനെയാണ് ഞാൻ കൂടുതലും കണ്ടോണം. ഇതുപോലെ എൻ്റെ പിന്നാലെ നടക്കുന്നത് ഇവനുണ്ടാവാൻ വേണ്ടിയൊക്കെ ആ പ്രായത്തിൻ്റെയാണ്. പക്ഷേ ഇനി ഇവരുടെ ഫാമിലിയിലെയാണ് ഏറ്റവും വലിയ ഗുണം, ഒറ്റ ക്ലാസ് മുടങ്ങില്ല. ഇപ്പോൾ ഒരു കൊല്ലത്തിൽ 52 ക്ലാസ് ഉണ്ടെങ്കിൽ 52 കൂടുള്ളൂ. ഇപ്രാവശ്യം കൂട്ടി നോക്കിയപ്പോൾ 56 ക്ലാസ്സായി ഇവന്. അത് സ്പെഷ്യൽ ക്ലാസ്സിന് വന്നിട്ട് അവനെന്നെ ബോധമില്ല എത്ര ക്ലാസ്സിന് വന്നില്ല എന്ന്. പലരും ഇത് ക്ലാസ് മുടങ്ങാൻ നോക്കുമ്പോൾ ഹാർമണിയിൽ 99% കുട്ടികളും ക്ലാസ് മുടങ്ങാൻ നോക്കണവരും എക്സ്ക്യൂസ് പറയാൻ നോക്കണവരാണ്. അശ്വിൻ എങ്ങനെ ഒരു ക്ലാസ്സും കൂടി അറ്റൻഡ് ചെയ്യാമെന്ന് നോക്കണ കുട്ടിയാണ്. അപ്പോൾ അതിനൊരു മടിയില്ല, ക്ലാസ്സിന് വരാൻ ഒരു മടിയില്ല. അതുപോലെ ഈ 1 മണിക്കൂർ കീബോർഡിൽ ഇരുന്നാലും ചിലപ്പോൾ ടോയ്ലറ്റിൽ തന്നെ പോയില്ല, അപ്പോഴേക്കും അടുത്ത ഗിറ്റാറിലിരിക്കും. പിന്നെ പഠിക്കലാണെങ്കിൽ ഒരു പാഠം 2 പാഠമൊന്നുമില്ല. സാധാരണ ഒരു കുട്ടികൾ ഒരു പാഠമൊക്കെ പഠിക്കുക. ഇത് എത്ര പാഠം പഠിക്കാൻ പറ്റും അത് പഠിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ അശ്വിനോട് ഒരു 3 മണിക്കൂർ പെർഫോമൻസ് നടത്താൻ അശ്വിൻ കൂളായിട്ട് ചെയ്യും. ഇപ്പം ഞാൻ 1 മണിക്കൂർ എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഈ 1 മണിക്കൂറിൽ നിർത്തുന്നത്. 3 മണിക്കൂർ എന്ന് പറഞ്ഞാൽ അതൊരു വിഷയമല്ല അശ്വിനെ സംബന്ധിച്ചോളം. ഇനി ഇപ്പോൾ പറഞ്ഞാൽ പോലും ഇതല്ലാത്ത ഒരു 2 മണിക്കൂർ ഒരു പ്രിപ്പറേഷനും ഇല്ലാണ്ട് അശ്വിന് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ആർക്കും ഡിക്സിന് പറ്റുമോ എന്ന് എനിക്കറിയില്ല. ഇവിടെ വേറെ ആരും അങ്ങനെ പ്രൊഫഷണൽസിന് പറ്റില്ല, അത് എളുപ്പമല്ല. ഇനിയിപ്പോൾ 2 മണിക്കൂർ കൂടി അശ്വിൻ വായിച്ചോളം പറഞ്ഞ് അശ്വിൻ വായിക്കാൻ അശ്വിന് പറ്റും. ഇപ്പോൾ വായിക്കാത്തത് വിത്തൗട്ട് പ്രിപ്പറേഷൻ. അപ്പോൾ ഒരു മിടുക്കനാണ് അശ്വിൻ എന്ന് പറയണേ ഞാൻ. പിന്നെ വീട്ടുകാരെ പറ്റി പറഞ്ഞു. വീട്ടുകാരും ഇതിൻ്റെ ത്യാഗമുണ്ട്. ഈ ക്ലാസ്സിന് കൊണ്ടുവരിക, ഇത്ര വർഷം പഠിച്ചവർ വല്ലവരും ഉണ്ടോ ഹാർമണിയിൽ? അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പഠിച്ചവർ ഇവിടെ ഇരിക്കുന്നുണ്ടോ? ഇവിടെ എല്ലാവരും ഉണ്ടെങ്കിൽ ഒന്ന് കൈവയ്ക്കാൻ എനിക്ക് കാണണമെന്നുണ്ട്. ഇത്ര വർഷം ഇല്ല, അതാണ് അതിൻ്റെ പ്രശ്നം. അപ്പോൾ പക്ഷേ പഠിച്ചവരുണ്ടോ എന്ന് ചോദിച്ചാൽ സംഗീതം പഠിച്ചവർ ഇതിൽ പകുതി പേര് സംഗീതം പഠിച്ചവരാവും, പഠിക്കാത്ത നിർത്തിയവരായിരിക്കും. എന്താ കാരണം? കാശില്ലാണ്ടാണോ? അല്ല, ക്ഷമയില്ലാണ്ടും സമയമില്ലാണ്ടും അങ്ങനെ ചെറിയ കാരണം. അതൊന്നല്ല ശരിക്കുള്ള കാരണം. 2 കാരണങ്ങളായിട്ട് ഞാൻ പറയാം. ഒന്ന്, ഇത് എന്താണെന്ന് മനസ്സിലാവാത്തതുകൊണ്ടാണ്. ഈ സംഗീതം എന്തെന്ന് മനസ്സിലായില്ലേ നമ്മൾ മെനക്കെടുള്ളൂ. ഇപ്പോൾ ഈ ഇരിക്കുന്നവർ ഒരു പണിയില്ലാത്ത കൊണ്ടല്ലോ പറഞ്ഞത്. ഇത് കാണണമെന്ന് ആഗ്രഹിച്ചിട്ട് വന്നവരാണ് 99% ആൾക്കാർ. അതുപോലെ സംഗീതം എന്തെന്ന് മനസ്സിലായാലാണ് അത് പഠിക്കാനായിട്ട് എന്തും നമ്മൾ മെനക്കെടണമെങ്കിൽ അത് മനസ്സിലാവണമല്ലോ. അത് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഓരോ എക്സ്ക്യൂസ് പറഞ്ഞിങ്ങനെ മാറിപ്പോകുന്ന ആളുകളാണ്.
അപ്പോൾ എനിക്ക് ഈ ഒരു സ്പിരിറ്റിൽ പറയാനുള്ളത്, പ്രത്യേകിച്ച് എൻ്റെ ഹാർമോണിയത്തെ വിദ്യാർത്ഥികളോട് പറയാനുള്ളത്, എല്ലാവർക്കും ഇതുപോലെ ആവാം. അശ്വിനൊരു എബൌട്ട് ടാലൻറ്റ് കുട്ടിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും എബൌട്ട് ടാലൻ്റ് ഉണ്ട്. പക്ഷെ നമ്മൾ ആമേരും മൊയിലിൻ്റെയും കഥ പറയുന്നതാണ് സംഗീതത്തിലും എല്ലാത്തിലും. ഇത് മൊയിലുകൾ മാത്രമല്ല ജയിക്കുക, ആമകളാണ് കൂടുതലും ജയിക്കുക. ഞാൻ എൻ്റെ ഈ 28 കൊല്ലം ഇപ്പോൾ ഹാർമോണിയിൽ എന്നെ പഠിപ്പിക്കുന്നു. അതിൽ മികച്ചു വന്നവരും മുഴുവൻ വലിയ വലിയ പ്രതിഭകളല്ല. എ.ആർ. റഹ്മാനേക്കാളും പ്രതിഭകളുള്ള ആൾക്കാരെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അവരൊന്നും ആ പണി ചെയ്യുന്നില്ലേ. അവരൊക്കെ എന്തോ ഒരു കാരണം പറഞ്ഞത് ഉപേക്ഷിച്ചു, മനസ്സിലാവാണ്ടാണ്. അപ്പോൾ കഴിവ് നല്ലത് തന്നെ, കഴിവ് കുറഞ്ഞാലും സംഗീതം പഠിക്കുക. പലർക്കും തെറ്റിദ്ധാരണയുണ്ട് ഇത് കഴിവുള്ളവർക്ക് മാത്രം. അശ്വിൻ എക്സ്ട്രാ ടാലൻ്റുള്ള കുട്ടിയാണ്. അപ്പോൾ അശ്വിൻ്റെ ഗുണം അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ, അതുകൊണ്ട് എന്താ ഗുണമെന്ന് ചോദിച്ചാൽ, ഒരു മാഷ എന്ന നിലയ്ക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാട്ട് ഇപ്പോൾ ഞാനൊരു ആദ്യം വായിച്ച മെലഡി 4 എന്ന് പറഞ്ഞ അവിടെ എഴുതി കാണിച്ചു. ആ പാട്ട് ഞാൻ പേര് കൊടുത്തത് ഞാനാണ്, അതിൻ്റെ പേരൊന്നും ഇല്ലാത്ത പാട്ടാണ്. അപ്പോൾ ആ പാട്ട് ഞാൻ പഠിച്ചത് 2-3 മാസം കൊണ്ടാണ്. അശ്വത് 1 മണിക്കൂർ കൊണ്ട് പഠിക്കും. അത് അശ്വൻ്റെ കഴിവാണ്, മനസ്സിലായോ? അപ്പോൾ ആ കഴിവ് ഒരു കാര്യം തന്നെയാണ്. വേഗം വേഗം പഠിക്കാൻ പറ്റും, വേഗം വേഗം പഠിച്ചെടുക്കാൻ പറ്റും. പക്ഷെ കഴിവിനേക്കാൾ ഉപരി നമ്മൾ ഈ പറഞ്ഞ കൺസിസ്റ്റൻസി എന്നൊക്കെ പറയില്ലേ, അതില്ലാത്തതാണ് ആളുകളുടെ കുഴപ്പം. മൊത്തത്തിലൊരു മാഷം എന്ന രീതിയിൽ പറയുമ്പോൾ, ഇനി അശ്വിൻ എന്ന രീതിയിൽ അശ്വിനോട് എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ, വിഷയമുള്ള ഇത്രയേ ഉള്ളൂ. ഇത് ജീവിതകാലം മുഴുവൻ കൊണ്ട് നടക്കേണ്ടതാണ്. ഈ സാഹിത്യ അക്കാദമിയിലെ 200 പേർക്ക് വേണ്ടിയിട്ട് ഉള്ളതല്ല സംഗീതം. അശ്വിൻ പഠിച്ച സംഗീതമായാലും ഞാനോ ഹരിമാഷോ പഠിപ്പിച്ച സംഗീതമായാലും അതല്ല, അതൊക്കെ മേലെയാണ്. ഇത് എവിടെ വരെ കൊണ്ടു നടക്കണം പലർക്കും അറിയില്ല. അത് നമ്മൾ ഈ എന്താ പറയുക, താരാട്ട് തൊട്ട് തൊട്ടിൽ തൊട്ട് ശ്മശാനം വരെ എന്ന് പറയുന്ന പോലെയാണ്. അതൊറ്റ വരെയാണ് സംഗീതം കൊണ്ടു നടക്കേണ്ടത്. അവിടേക്കുള്ള കഴിവും ആർജവും അതിൻ്റെ ധൈര്യവും കൺസിസ്റ്റൻസിയും അശ്വിനുണ്ടാവണം, വീട്ടുകാർക്ക് ഉണ്ടാവണം. അങ്ങനെ മാത്രമാണ് ഇതിൻ്റെ ഉപയോഗമുള്ളൂ. അല്ലെങ്കിൽ വഴിയിൽ വെച്ച് ഉപേക്ഷിക്കാനുള്ള ഒന്നല്ല സംഗീതം. അങ്ങനെ ഒരിക്കലും ഉപേക്ഷിക്കരുത് എന്നാണ് എനിക്ക് അശ്വിനോട് പറയാനുള്ളത്. പിന്നെ കുട്ടികളോട് പറയാനുള്ളത്, ഇത് അശ്വിനൊരു മാതൃകയാക്കി എടുക്കുക. അടുത്ത കൊല്ലം വേറൊരു കുട്ടിക്ക് ഇതുപോലത്തെ ഒരു പെർഫോമൻസ് നടത്താനായിട്ട് കയറി വരാനായിട്ട് കഠിന പ്രയത്നം ചെയ്യണം. എളുപ്പമൊന്നുമല്ല പാട്ട്. ഇത് ഹരിമാഷാണ് ഇപ്പോൾ ഇവിടെ ഞാൻ കാണുന്നതിൽ ഏറ്റവും സീനിയർ. എത്രയോ 10, 60, 70 വർഷമായിട്ട് മ്യൂസിക് മാത്രം കൊണ്ടു നടക്കുന്ന വ്യക്തിയാണ്. അങ്ങനെ കൊണ്ടു നടന്നാലാണ് ഇതിലേക്ക് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അത് ഒരിക്കൽ കൂടി എല്ലാവരോടും പറയുന്നു. ഒത്തിരി സന്തോഷമുണ്ട്. എന്നിരുന്നാലും ഞാൻ എന്താ പറഞ്ഞതെന്നറിയില്ല. സന്തോഷവും ഒപ്പം തന്നെ നമ്മൾ ഈ പ്രതിഭ വളരാനുള്ള കാര്യം പറഞ്ഞത് മാത്രം. വളരണമെങ്കിൽ ഇതൊരു യാത്രയായിട്ട് കൂട്ടണം, ഡെയിലി പ്രാക്ടീസ് ചെയ്യണം. ഈ 8 കൊല്ലം എന്ന് പറഞ്ഞ സംഗീതത്തിലൊന്നുമല്ല, അത് മനസ്സിലാക്കുക. 8 കൊല്ലം എന്ന് പറഞ്ഞാൽ ചിലവരെന്നോട് ചോദിച്ചു 8 കൊല്ലം കുട്ടി പഠിച്ചു എന്താണ്. ഞാൻ ഇന്നിപ്പോൾ കാലത്ത് പഠിച്ചിട്ടാണ് ഞാൻ വന്നോണേ. ഞാൻ ഇന്ന് പറ്റിങ് വായിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ 55 കൊല്ലമായി പഠിച്ചുകൊണ്ടിരിക്കുന്നു, 50 കൊല്ലമായി പഠിച്ചുകൊണ്ടിരിക്കുന്നു. മാഷ് 70 കൊല്ലമായി പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഒന്നും മനസ്സിലായിട്ടില്ല ഇത്. അപ്പോൾ അത് പല മണ്ടന്മാരെയും ചോദ്യമാണ്, 8 കൊല്ലം പഠിച്ചു. 8 കൊല്ലം കൊണ്ട് എന്ത് പഠിക്കാനാണ് സംഗീതം? അതും ഈ 1 മണിക്കൂർ പ്രാക്ടീസ് ചെയ്തിട്ട്. ഞങ്ങളൊക്കെ 5, 6, 7 മണിക്കൂറൊക്കെയാണ് പ്രാക്ടീസ് ചെയ്യുക ഒരു ദിവസം. അപ്പോൾ അത് വ്യത്യാസം ഉണ്ടാവില്ല. പ്രൊഫഷണൽ ആകുമ്പോഴാണ് അങ്ങനെ സാധിക്കുക. പ്രൊഫഷണൽസിന് മാത്രമേ അത് സാധിക്കുള്ളൂ. അത് കോടികളിൽ ഒരാളാണ്. ഇപ്പോൾ ഹരിമാഷാണ് ഇവിടെ പ്രൊഫഷണലായിട്ട് സംഗീതമുള്ളവർ. വേറെ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ കൈപോക്കണുണ്ടോ? കാണാനാണ്. അവർക്ക് ഒരു പണത്തൂക്കം മുന്നിലാണ് നമ്മുടെ വില. ഇപ്പോൾ ഇവിടെ ഹരിമാഷുള്ളൂ എന്ന് തോന്നുന്നു. അത് കോടികളിൽ ഒരാൾക്ക് അതാവാൻ പറ്റുള്ളൂ. പാട്ട് പാടാൻ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും, അല്ലെങ്കിൽ സംഗീതം പഠിക്കാൻ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും. അശ്വിപ്പൊക്കെ വായിച്ചപ്പോൾ എല്ലാവരും വിചാരിക്കേണ്ടത് ഇതുപോലെ എനിക്ക് വായിക്കാൻ പറ്റിയിരുന്നെങ്കിൽ. അമ്മമാർ വിചാരിക്കുന്നുണ്ടാവും എൻ്റെ മോനിങ്ങനെ എന്നാ വായിക്കുക എന്ന് വിചാരിക്കുന്നുണ്ടോ? പറ്റും. നമ്മൾ കാലങ്ങൾ അതിജീവിക്കണം. അപ്പോൾ അശ്വിൻ ഇത് തുടരുക, അതാണ് മാഷക്ക് പറയാനുള്ളത്. അതിനൊരു പഠിപ്പും പലരും വിചാരം അക്കാഡമിക്കിന് ഇത് ബിരുദമെന്നാണ്. ബിരുദമല്ല, മറിച്ചാണ്. അത് പലർക്കും അറിയില്ല. അക്കാഡമിക്ക് കൂടുള്ളൂ. മാത്തമാറ്റിക്സിന് മാർക്ക് കൂടും സംഗീതം പഠിച്ചാൽ. സംഗീതം പഠിച്ചാൽ കൂടും. സംഗീതം സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചാൽ കൂടും എന്ന് പറയും. സിസ്റ്റവും വേണം. ഇപ്പോൾ ഇങ്ങനെയാണ് 1 മണിക്കൂറിൽ ഇത് ശ്രദ്ധിച്ചോന്നറിയില്ല. ഇതിപ്പോൾ ഇങ്ങനെ ഓരോ ഇൻസ്ട്രുമെൻറ്റ് മാറി മാറി വായിക്കുന്നു. ഇതിൽ ഞാൻ ഒരു ഗൈഡ് ലൈൻസും കൊടുത്തിട്ടില്ല. അശ്വിനും അമ്മയും
കൂടിയിട്ടാണ് ഡിസൈൻ ചെയ്തോണം. കൃത്യമായി സിസ്റ്റമാറ്റിക്കായിട്ട് അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ പഠിച്ച ഇപ്പോൾ ഇവിടെ പെർഫോം ചെയ്യുന്ന 90% പാട്ടും അശ്വിൻ തന്നെ പഠിച്ചതാണ്. ഒന്ന് കൈയടിച്ചോ. ചില തെറ്റുകളോ ചില കറക്ഷൻസോ വരുമ്പോൾ ഞാൻ പറയുന്നത് മാത്രം. ഇനി അതിൽ വേറൊരു തമാശയുള്ളത് എന്താണെന്ന് വെച്ചാൽ, ആദ്യം ട്രിനിറ്റി കോളേജിൻ്റെ പാട്ടാണ് വായിച്ചത്. അത് 99.9% നോട്ട് ഫോളോ ചെയ്യുന്ന പാട്ടാണ്. അവർ ഒരു കോമ ഇട്ടുണ്ടെങ്കിൽ അത് ചെയ്തിരിക്കണം. അല്ലെങ്കിൽ അതാണ് പറഞ്ഞത്, 99.9% ആ നോട്ടിലുള്ള കാര്യം ചെയ്യേണ്ടതാണ് ട്രിനിറ്റി കോളേജിൻ്റെ ആദ്യഘട്ടത്തെ പാട്ടുകൾ. ഹയർ ഗ്രേഡ്സിലൊക്കെ മാറും. അതാണ് ഒരെണ്ണം വായിച്ചത്. ഇനി ഇവിടെ വായിച്ച പകുതി പാട്ടും തന്നെ വായിക്കുന്നതാണ്, തന്നെ പഠിക്കുന്നതാണ്, ഇയർ കൊണ്ട് പഠിക്കുന്നതാണ്. അപ്പോൾ അത് സംഗീതത്തിൽ 2 തരം പഠിപ്പാണുള്ളത്. ഒന്ന് നോട്ട് വെച്ച് പഠിപ്പ്, ഒന്ന് ചെവി വെച്ച് പഠിക്കുക. അതായത് നോട്ടിൻ്റെ സഹായം ഇല്ലാതെ പഠിക്കുന്നു. ഈ 2 തരത്തിലും അശ്വിൻ മിടുക്കനാണ്. ചിലവർക്ക് നൊട്ടേഷൻ ഭയങ്കര, ഇപ്പം ഞാൻ ഒരു ചെറിയ സ്റ്റുഡൻ്റ് എന്ന നിലയ്ക്ക് എനിക്ക് നൊട്ടേഷൻ ഭയങ്കര സ്പീഡാണ്. എന്ത് നോട്ട് വെച്ചാലും അത് ചെറുപ്പം തൊട്ടേ പ്രാക്ടീസാണ്. പക്ഷെ ഒരു പാട്ട് കേട്ട് പഠിക്കുമ്പോൾ എനിക്ക് സംശയമാണ്. അങ്ങനെ പലരും ഉണ്ട്. ഹാർമോണിയിൽ പഠിക്കുന്നവർ ചിലവർക്ക് നോട്ട് ഒട്ടും കിട്ടില്ല. പാട്ട് നോട്ട് പേടിയാണ് ചിലവർക്ക്. അപ്പോൾ ചിലവർ റെക്കോർഡ് ചെയ്ത് തരൂ എന്നൊക്കെ പറയും. അപ്പോൾ എന്ന് വെച്ചാൽ അവർക്ക് പാട്ട് കേട്ടപ്പോൾ വായിക്കാൻ പറ്റും, കണ്ടപ്പോൾ വായിക്കാൻ പറ്റും, നോട്ടിലേക്ക് അങ്ങോട്ട് സിങ്കായി വരില്ല. അങ്ങനെ 2 വിഭാഗം ആളുകളാണ് ലോകത്ത് മുഴുവൻ സംഗീതം പഠിക്കുന്നതിന്. കർണാട്ടിക് മ്യൂസിക് കൂടുതലും 99% കേട്ട് പഠിക്കുന്നതാണ്. നോട്ട് ആവശ്യമില്ല, നോട്ട് ചെറിയ ഹെൽപ്പ്. വെസ്റ്റേൺ മ്യൂസിക് 90% നോട്ട് വെച്ച് പഠിക്കുന്നതാണ്. ഈ 2ലും അശ്വിൻ മിടുക്കനാണ്. അപ്പോൾ ഒരു കൈയടി കൂടി. അത് ഞാൻ പറഞ്ഞ ഇപ്പോൾ മൈനാഗം എന്ന് പറഞ്ഞ പാട്ട് ഒട്ടനവധി സ്വരങ്ങളുള്ളതാണ്. അല്ലെങ്കിൽ മണിച്ചിത്രത്താഴത്തിലത്തെ പാട്ട് രാഗത്തിലുള്ള പാട്ടാണ്. അപ്പോൾ അത് രാഗം അറിയുന്നവർക്ക് അതിൻ്റെ നൊട്ടേഷനൊക്കെ ഇതിൽ പെട്ടെന്ന് പഠിക്കാൻ പറ്റും. പക്ഷെ ആളത് കേട്ടിട്ട് പഠിക്കുകയാണ്. അപ്പോൾ 2 ഉണ്ട്. ഇനി അടുത്ത ഒരു പരിപാടി അശ്വിൻ്റെ എൻ്റെ മനസ്സിലുള്ളത് ഇയർ ടെസ്റ്റാണ്. അത് സംഗീതം ഒരു 10 കൊല്ലം പഠിച്ചവർക്ക് വിസ്മയമായ കാര്യമാണ്, അല്ലെങ്കിൽ അത്ഭുതകരമായിട്ട് ചിന്തിക്കുന്ന കാര്യമാണ്. അല്ലെങ്കിൽ ട്രിനിറ്റി കോളേജിൻ്റെ 8th ഗ്രേഡിനൊക്കെയുള്ള ചോദ്യങ്ങളാണ്. ഒരു മ്യൂസിക് ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടെ വായിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്, എന്താണ്, കോഡ് ഏതാണ്. 2 തരമാണ് മ്യൂസിക് വെസ്റ്റേണിൽ, കോഡ്സ് ആൻഡ് മെലഡി. അതേതും അശ്വിൻ പെട്ടെന്ന് പറയും. വിത്തൗട്ട് ട്രെയിനിങ് അധികം കൊടുത്തിട്ടില്ല അശ്വിന്. ഞാൻ ട്രെയിനിങ് കൊടുക്കുകയാണെങ്കിൽ ഒരു അത്ഭുതമാക്കി മാറ്റാൻ പറ്റുന്ന ആളാണ് അശ്വിൻ. പേരൊക്കെ കൂടി ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഒരു പരിപാടി ഇതുപോലെ നടത്തുന്നുണ്ടെങ്കിൽ അശ്വിൻ്റെ 1/2 മണിക്കൂർ ഷോ അതുണ്ടാവും. ഏത് ഈ ഇയർ ടെസ്റ്റ്. അതായത് അവിടെ കളിക്കുന്നത് ചെവി കൊണ്ട് അശ്വിൻ പറയും. അപ്പോൾ ഞാൻ പറഞ്ഞു പോവുകയാണ്. ഒരുപാട് മിടുക്കനാണ്. ഒത്തിരി സന്തോഷം. സമയം കളയുന്നില്ല. എല്ലാവരും വന്നു ചേർന്നവർക്കും ഇതിനുവേണ്ടി ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഡിക്സൺ, പിന്നെ അശ്വിൻ്റെ അമ്മ കുറേ പ്രവർത്തിച്ചു, അശ്വിൻ്റെ ചേട്ടൻ, എല്ലാവരും ഉണ്ട് ഇവിടെ. അപ്പോൾ ഒത്തിരി സന്തോഷം. ഒരിക്കൽ കൂടി അഭിനന്ദിക്കുന്നു. താങ്ക് യു.